ഒന്നങ്ങോട്ട് ചെല്ലാൻ. വെള്ളടിച്ച കുഴിമാടങ്ങളെല്ലാം എത്തിയിട്ടുണ്ടല്ലോ. ഇനി ഏതായാലും അറിയാനാരും ബാക്കിയുണ്ടാവില്ല. ജോസേ, ചേടാ, ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാത്ത ഒരു വൈസ് പ്രസിഡന്റും ഒരു പ്രസിഡന്റും. അതെ, ഞാനൊരു പുളുന്താൻ കെട്ടിയവനാണെന്നും നിന്നെ എനിക്ക് പേടിയാണെന്നൊക്കെ നാട്ടിലൊരു സംസാരമുണ്ട്. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നേ ഉള്ളൂ. ഏട്ടാ, ഞാൻ മഹാ ചെറ്റേന്, അറിയാമോ? അത് പിന്നെ എനിക്ക് അറിയത്തില്ലേ. കൊച്ചേണോ ഒന്നും കാര്യാക്കണ്ട. ഇവിടെ ഒരുത്തന് നിന്നോട് ചെറിയൊരു കണ്ണുവാട്ടുണ്ടോന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ആര്? ജോസോ? അതെ, ആ ചെറ്റാനെ. അവൻ എന്റെ കയ്യെ കിട്ടിയാണല്ലോ ഇടിച്ചവന്റെ. ജോസാ, ഞാൻ ജോസിനെ പറ്റി പറഞ്ഞപ്പോ നാക്കെടുത്ത് വായിലേക്ക് ഇട്ടോളൂ. നാവെടുത്ത് വായിലോട്ടല്ലാതെ പിഴിഞ്ഞെടുത്ത് അടയിലേക്ക് ഇടാൻ പറ്റൂ? പറ്റില്ല. പശു വെയിലത്ത് കഴിച്ചിട്ടിട്ട് ഇപ്പൊ വരാം. പോട്ടെ ജോസേ, ഇന്നും കയ്യിന്ന് പോയി. എന്തിനാ ഇങ്ങനെ നോക്കുന്ന? പ്രസിഡന്റിനോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യല്ലേന്ന്. അതിനിപ്പോ ഞാൻ എന്നാ ചെയ്തേ? ഈ പുറത്ത് നിൽക്കുന്നവന്മാരോട് റോഡിന്റെ കാര്യം ആരാ പറഞ്ഞേ? അവളെങ്ങനെ ചെയ്യോ? അത് എന്നോട്. ഞാനാ ഇന്ന് 11 മണിക്ക് വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ട്. തോലച്ച് ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് ചെയ്താ പോരെ? ജോസേട്ടനെ ഞാൻ വിളിച്ചായിരുന്നു. പരിധിക്ക് പുറത്താന്ന് പറഞ്ഞു. എന്നാലും അരീശം വരാതിരിക്കൂ. അത്രയ്ക്കും വലിയ പ്രശ്നമായത്? എന്റെ പ്രസിഡന്റ്, ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാ. അടങ്കൽ തുക 2 കോടി രൂപ. കേന്ദ്ര ഗ്രാമവികസന വകുപ്പിന്റെ പ്രത്യേക പദ്ധതി. കേന്ദ്രത്തിന്റെ എല്ലാ അനാഥ ഗർഭവും ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുത്തനില്ലേ, ദേശീയ നേതാവ് മാമച്ചൻ. കഴിഞ്ഞ ദിവസം ഇതേ റോഡിനെ കുറിച്ച് നമ്മുടെ കുഞ്ഞുട്ടിയുടെ ചായക്കടയിൽ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. എന്റെ പറമ്പിലെ ചക്ക നിന്നിട്ട് എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ തൂറി വെച്ചിട്ട് പോകുന്ന ഈ മാമച്ചൻ. നമ്മള് നോക്കി കളിച്ചില്ലേ, ഇതും അവനങ്ങ് കൊണ്ടുപോവേ. അയ്യോ, പ്രശ്നാവോ? ഞാൻ അറിഞ്ഞത് വെച്ച് 5-ാം തീയതി കഴിഞ്ഞേ മാമച്ചൻ വരത്തുള്ളൂ. പ്രസിഡന്റ് തൽക്കാലം വിശദീകരണ യോഗത്തില് വലിയ വിശദീകരണമൊന്നും കൊടുക്കണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നാ ചെയ്യാൻ ഒക്കുന്നു. ഞാനും ഒന്ന് ആലോചിക്കട്ടാ, നിന്നെന്ത് ചെയ്യാൻ പറ്റൂന്ന്. ശാന്തിപുരം ജയഗിരി മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കിയ ജനനേതാക്കൾക്ക് ശാന്തിപുരം പൗരാവലിയുടെ വിപ്ലവാഭിവാദ്യങ്ങൾ. ബഹുമാന്യയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജമീല ആസിഫ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. മാലയിടണ്ടേ? അപ്പുറത്തേക്ക് മാറി പൊട്ടിക്കാനുള്ള സംഭവമൊക്കെ റെഡിയല്ലേ? ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് എവിടെ കിട്ടാനാ? പടക്കത്തിന്റെ കാര്യമോടെ പറഞ്ഞത്. അതൊക്കെ എപ്പോഴേ റെഡി. പൊട്ടിയാ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ ബഹുമാന്യയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മൾ ആകാംക്ഷാഭരിതരായി കാത്തിരുന്ന ശ്രീമതി ജമീല ആസിഫ് ഇതാ ഈ വേദിക്ക് സമീപം എത്തിച്ചേർന്നിരിക്കുകയാണ്. ജമീല ആസിഫിനെ നിറഞ്ഞ കരഘോഷങ്ങളോടെ നമസ്കാരം. ലേറ്റായില്ലോ. ഒന്ന് മാറിയ പെങ്ങൾ, അല്ലെങ്കിൽ അവൻ എന്റെ ഭാര്യയുടെ അടുത്ത് വന്നിരിക്കും. മാറും. പണി തുടങ്ങി.